ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിലെ കുറച്ച് നല്ല ഫീച്ചേഴ്സിനെ കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പലരും വാട്സപ്പ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് എങ്കിലും കറക്റ്റായി ഈ ഫീച്ചേഴ്സ് ഒന്നും ചെക്ക് ചെയ്ത് നോക്കാറില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചാറ്റ് ഇത് നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാറ്റിന് നമ്മൾ നല്ല വാൾപേപ്പർ എല്ലാം കൊടുക്കണമെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സ്ക്രീനിൽ നിന്നും ഇവിടെ ഈ സൈഡിലായി വന്നിരിക്കുന്ന ഈ 3 ഡോട്ടിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വാൾപേപ്പർ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇത്തരത്തിൽ വാൾപേപ്പർ എന്നതിൽ പോകുമ്പോൾ നമുക്ക് ആദ്യമായി ലഭിക്കുന്നത് ബ്രൈറ്റ് എന്ന ഓപ്ഷനാണ്. ഇങ്ങനെ ഈ ബ്രൈറ്റ് എന്നതിൽ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബ്രൈറ്റ് ആയ കുറച്ച് വാൾപേപ്പേഴ്സ് എല്ലാം ലഭിക്കും. ഇതിലേതെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ചാറ്റിന് വാൾപേപ്പറായി സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ സെറ്റ് ആസ് വാൾപേപ്പർ എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചാറ്റിന് വേണോ അതോ ഫോർ ഓൾ ചാറ്റ് ഇൻ ലൈറ്റ് തീം എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ ഒരു ചാറ്റിന് മാത്രമായി ഇത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു വാൾപേപ്പർ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇവിടെ വാൾപേപ്പർ എന്നതിൽ പോവുകയാണെങ്കിൽ ബ്രൈറ്റ് അല്ലാതെ നിങ്ങൾക്ക് ഡാർക്ക് കളറിലുള്ള ഇത്തരത്തിലുള്ള വാൾപേപ്പേഴ്സും ലഭിക്കും. ഇതിനായി ഡാർക്ക് എന്നതിൽ നമുക്ക് ടാപ്പ് ചെയ്യാം. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാൾപേപ്പർ എല്ലാം ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ചാറ്റിൻ്റെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി എല്ലാം സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ചാറ്റ് വരുമ്പോൾ എങ്ങനെയാണ് ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നെല്ലാം കാണാൻ സാധിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ബ്രൈറ്റ് അതുപോലെ ഡാർക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് ഏത് വാൾപേപ്പറാണ് നല്ലത് എന്നെല്ലാം മനസ്സിലാക്കി അത് സെറ്റ് വാൾപേപ്പർ എന്ന് കൊടുക്കാം. ഇങ്ങനെ ഞാൻ ഇത് ഇപ്പോൾ ഈ ഡാർക്ക് തീമിൽ ഒരു വാൾപേപ്പർ എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്രകാരമായിരിക്കും നമുക്ക് ഇപ്പോൾ ഈ ഒരു വിൻഡോ എല്ലാം ലഭിക്കുക. ഇനി ഇതും അല്ലെങ്കിൽ നമുക്ക് വാൾപേപ്പർ ഈ ഒരു 2 ഓപ്ഷൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ വരുന്നത് സോളിഡ് കളേഴ്സ് എന്നതാണ്. ഇങ്ങനെ നമുക്ക് സോളിഡായ കുറച്ച് കളേഴ്സും കൊടുത്തും നമ്മുടെ വാൾപേപ്പർ എല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ ഇതുപോലെ നല്ല രീതിയിലുള്ള വാൾപേപ്പർ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതൊന്നും താല്പര്യമില്ല എങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഗാലറിയിലുള്ള നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സേവ് ചെയ്തു വെച്ചിരിക്കുന്ന ഇമേജസ് എല്ലാം നിങ്ങളുടെ ഈ ഒരു വാൾപേപ്പറായി സെറ്റ് ചെയ്യാം. ഇതിനായി ഇവിടെ മൈ ഫോട്ടോ എന്നതിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഗാലറിയിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ എല്ലാം സെലക്ട് ചെയ്ത് ഇത് നമുക്ക് കറക്റ്റായി ഡ്രാഗ് ചെയ്ത് വെച്ച് ഇത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ആസ് വാൾപേപ്പർ എന്ന് സെറ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് വാൾപേപ്പർ എല്ലാം സെറ്റ് ചെയ്യുന്നതിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഇതുവരെ യൂസ് ചെയ്ത് നോക്കാത്തവർ ഇത് യൂസ് ചെയ്ത് നോക്കുക. ഇനി അടുത്തതായി നമ്മൾ വാട്സപ്പിൽ എന്തെങ്കിലും ചാറ്റ് എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലെ നമ്മൾ ചാറ്റ് എല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും സെൻഡ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് എല്ലാം തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഇപ്രകാരം നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ടെക്സ്റ്റിലെല്ലാം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇനി വോയിസ് എല്ലാമാണ് ചെയ്യുന്നതെങ്കിൽ അതായത് നിങ്ങൾ ഒരു വോയിസ് റെക്കോർഡിംഗ് എല്ലാമാണ് ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നുണ്ടോ? ഇപ്രകാരം നമുക്ക് ഇത് ഇപ്പോൾ ഒരു റെക്കോർഡിംഗ് എല്ലാം ചെയ്യുകയാണ്. ഇങ്ങനെ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്കത് പറ്റിയില്ല എങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്കത് സെൻഡ് ചെയ്യാതെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ലഭിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇത് പ്ലേ ചെയ്ത് കേട്ടതിന് ശേഷം ഇത് സെൻഡ് ചെയ്യണോ എന്നെല്ലാം ഡിസൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പറ്റുന്നൊരു ഓപ്ഷനാണ്. ഈ പ്രകാരം ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് പ്ലേ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇത് സെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കിത് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് പുതിയതായി റെക്കോർഡ് ചെയ്ത് അതെല്ലാം തന്നെ സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതും വളരെ നല്ല ഒരു ഓപ്ഷനാണ്. ഇത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ തന്നെ വോയിസ് എല്ലാം കേട്ടതിന് ശേഷം നമുക്ക് ആ ഒരു വോയിസ് ഇത് വളരെ ക്ലിയറായി നല്ല ക്ലാരിറ്റിയോട് കൂടി നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമായെങ്കിൽ മാത്രം നമുക്ക് സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതിയ ഒരു വോയിസ് ക്ലിപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം, പലപ്പോഴും നിങ്ങൾ മെസ്സേജ് എല്ലാം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബീപ്പ് സൗണ്ട് എല്ലാം വരാറുണ്ട്.
ഇത്തരത്തിൽ ഈ മെസ്സേജ് എല്ലാം ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബീപ്പ് സൗണ്ട് എല്ലാം ഇത് നൈറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ചില സമയങ്ങളിൽ ഇത് ഡിസ്റ്റർബൻസ് എല്ലാം ആകാറുണ്ട്. ഇത്തരത്തിൽ ഈ ബീപ്പ് സൗണ്ട് എല്ലാം വരാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ കാര്യം എന്താണ്? ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇത്തരത്തിൽ നിങ്ങൾ ഈ വാട്സപ്പ് എല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം വാട്സപ്പ് സെറ്റിംഗ്സ് എന്നതിൽ പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സിൽ ഒരു ഓപ്ഷൻ കിട്ടും, നോട്ടിഫിക്കേഷൻ എന്ന്. നിങ്ങൾ ഇവിടെ സെറ്റിംഗ്സിൽ സെർച്ച് ചെയ്യുക. ഇത്തരത്തിൽ ഈ നോട്ടിഫിക്കേഷൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കോൺവെർസേഷൻ ടോൺസ് എന്നൊരു ഓപ്ഷൻ. ഇത് എനേബിൾ ആയിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴെല്ലാം ഈ ഒരു കീ സൗണ്ട് എല്ലാം വരുന്നത്. അതിനാൽ തന്നെ ഈ സൗണ്ട് എല്ലാം ഓഫ് ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിലെല്ലാം ഈസിയായി നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇത് നമുക്ക് ഡിസേബിൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ചില സന്ദർഭത്തിലെല്ലാം വളരെയധികം യൂസ്ഫുള്ളായ ഒരു കാര്യമാണിത്. അതിനാൽ തന്നെ നിങ്ങൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇനി എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിലെല്ലാം ഇത്തരത്തിൽ ഈ ഒരു ബീപ്പ് സൗണ്ട് അല്ലെങ്കിൽ കീ സൗണ്ട് ഒന്നും വരില്ല. അതിനാൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്